ഹലോ ഗൈസ്, നമുക്കിന്നൊരു ഈസി ആയിട്ടൊരു എഗ് ചില്ലി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്യണം, സവാള കട്ട് ചെയ്ത് വേണം, പച്ചമുളക് വേണം, കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വേണം. എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 മുട്ട വെച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. മുട്ടയിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് 2 മെത്തേഡിലുണ്ടാക്കാം. അടുത്ത മെത്തേഡ് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പൊരിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്ന മാതിരി പൊരിക്കണം. കൂടെ ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുട്ട പൊരിച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി അങ്ങ് വയ്ക്കുക. സോസായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യും പോലെ സോയാ സോസും ടൊമാറ്റോ സോസും കുറച്ച് ചില്ലി സോസും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ക്യാപ്സിക്കവും സവാളയും ഇട്ട് ഒന്ന് വഴട്ടിയെടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സോസുകളെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാം. സോസ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിലായിരിക്കണം തീ വെച്ചിരിക്കേണ്ടത്. നമുക്ക് ആ സോസുകളെല്ലാം ഒന്ന് ഒരു പരുവമായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യമാവുന്ന ലൂസാക്കി എടുക്കാമെന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്നൊരു കറി വേണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുണ്ടാക്കാവുന്നതാണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയല്ലോ ഇതിന്. നമുക്ക് ഇതിനൊന്ന് തിള വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച് മുട്ടയില്ലേ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മുട്ട നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇത് വീണ്ടും ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമുക്ക് ഈ ഗ്രേവി ഒന്ന് നമുക്ക് കട്ടിയാക്കണ്ടേ. കട്ടിയാക്കാനായിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിലിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. നിങ്ങൾക്ക് എത്ര കട്ടിയാവണോ അത്രയും മാത്രം ചേർത്താൽ മതി. ജസ്റ്റ് ഒന്ന് കട്ടിയായി കഴിയുമ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് അത് കട്ടിയാകുന്ന സമയത്ത് നമുക്കിത് തിരിച്ച് വാങ്ങി വയ്ക്കാവുന്നതാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്